നിർണായക ഘട്ടങ്ങളിൽ പലപ്പോഴും വ്യാസൻ ഒരു കഥാപാത്രമാകാറുണ്ട്. ഇപ്രാവശ്യം ഹസ്തിനപുരത്തൊരു രാജാവിനെ വേണം. ഭീഷ്മറാണെങ്കിൽ ഒരു തരത്തിലും വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നുമില്ല. സത്യവതി ആ സന്ദർഭത്തിൽ ഭീഷ്മരോട് അവൾ അതുവരെ ഒളിച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം പറയുന്നു. അവൾക്ക് പരാശര മുനിയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന സത്യം. അന്ന് സത്യവതിയെ അറിയപ്പെട്ടിരുന്നത് മത്സ്യഗന്ധി എന്നായിരുന്നു. മത്സ്യഗന്ധി എന്നറിയപ്പെട്ടിരുന്ന അതിസുന്ദരിയായ സത്യവതിയിൽ പരാശര മുനിക്ക് പ്രണയം തോന്നുകയും അങ്ങനെ അവിഹിതമായ ഉണ്ടായ ഒരു കുഞ്ഞാണ് വ്യാസൻ. പക്ഷേ അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. കാരണം സമൂഹത്തെ ഭയന്ന് സത്യവതിക്ക് ആ കുഞ്ഞിനെ വളർത്താനോ നോക്കാനോ സാഹചര്യം അനുവദിക്കുമായിരുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് എപ്പോൾ എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നോ അപ്പോൾ എന്നെ മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ മതി, ഞാൻ വരാം എന്ന് മകനായ വ്യാസൻ വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു മകൻ എൻ്റെ രക്തത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർക്ക് സന്തോഷമായി. ഭീഷ്മർ പറഞ്ഞു, എത്രയും വേഗം വ്യാസനെ വരുത്തിക്കുക. കണ്ടാൽ വളരെ വിരൂപനാണ് വ്യാസൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവ്, ജ്ഞാനം, മനസ്സ് അത് അതിവിശാലവും പ്രകാശപൂരിതവുമാണ്.